നമസ്കാരം. പ്രധാന വാർത്തകൾ. പോലീസ് വകുപ്പ് തല പരീക്ഷയിൽ കോപ്പിയടിച്ച 30 പോലീസുകാരെ കമ്മീഷണർ പൊക്കി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. $3 ലക്ഷം രൂപയുടെ അനധികൃത മദ്യക്കടത്ത് കൊല്ലത്ത് പിടികൂടി. പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം 2013 ഫെബ്രുവരി 22, 26 തീയതികളിൽ കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിൽ വെച്ച് നടക്കും. വാർത്തകൾ വിശദമായി. പോലീസ് വകുപ്പ് തല പരീക്ഷയിൽ കോപ്പിയടിച്ചവരെ കമ്മീഷണർ പിടികൂടി. കൊല്ലം SN കോളേജിൽ നടന്ന പോലീസിന്റെ വകുപ്പ് തല പരീക്ഷയിൽ കോപ്പിയടിച്ച 30-ലേറെ പോലീസുകാരെയാണ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പിടികൂടിയത്. സിവിൽ പോലീസ് ഓഫീസർമാർക്ക് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരാവാനുള്ള വകുപ്പ് തല പരീക്ഷയിൽ കൊല്ലത്ത് 970ഓളം പേരാണ് പങ്കെടുത്തത്. 5 വർഷം സർവീസുള്ള സിവിൽ പോലീസ് ഓഫീസർമാരാണ് പരീക്ഷയ്ക്കെത്തിയത്. ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം തുടങ്ങിയ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾക്ക് പലരും യൂണിഫോമിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തുണ്ടുകടലാസുകൾ കമ്മീഷണർ പിടികൂടി. പിടിയിലായവരെ അപ്പോൾ തന്നെ പുറത്താക്കുകയും ചെയ്തു. ചിലർ സ്വമേധയാ ഇവ കമ്മീഷണർക്ക് കൈമാറി. നീതിയുക്തമായി പരീക്ഷ നടത്തുന്നതിന്റെ ഭാഗമായാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ക്വാഡായി എത്തിയത്. രാവിലെയും ഉച്ചയ്ക്കും 2 ഘട്ടങ്ങളിലായി നടന്ന പരീക്ഷയിൽ വനിതാ പോലീസുകാരടക്കം പങ്കെടുത്തു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, തെരുവ് വിളക്കുകൾ കത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് CITU ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ ഹൈവേയിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോകുന്ന റോഡുകളെല്ലാം തന്നെ താറുമാറായി കഴിഞ്ഞു. ഈ റോഡുകൾ നന്നാക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ നമ്മുടെ നഗരസഭ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ നഗരസഭ ഭരണാധികാരികൾ ഏതാണ്ട് 2 വർഷം പൂർത്തിയായി കഴിഞ്ഞിട്ട് 3-ാം വർഷത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ നഗരസഭ ആവിർഭവിച്ചതിന്റെ ശേഷം ഇത്രയേറെ കഴിവുകെട്ട ഒരു ഭരണസമിതി ഈ നഗരസഭക്കുണ്ടായിട്ടില്ല എന്നുള്ളത് കാര്യങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രശ്നങ്ങളിൽ ശ്രദ്ധിച്ച് അതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഭരണസമിതിക്കോ അതിന്റെ നേതൃത്വം നൽകുന്ന UDF-ന്റെ നേതാക്കന്മാർക്കോ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 29 ലിറ്റർ വിദേശ നിർമ്മിത മദ്യവുമായി തിരുവനന്തപുരം സ്വദേശിയെ എക്സൈസ് പിടികൂടി. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുമാണ് 3 ലക്ഷം രൂപ വില വരുന്ന മദ്യവുമായി തിരുവനന്തപുരം സ്വദേശി ജോസഫ് ഡിൽവാരിമയെ എക്സൈസ് സംഘം പിടികൂടിയത്. ഉയർന്ന വിലയുള്ള സ്കോച്ച് വിസ്കിയും ബ്രാൻഡിയുമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും മദ്യം വില കൊടുത്തു വാങ്ങി സമ്പന്നരുടെ വീടുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയാണ് ജോസഫ് ചെയ്യുക. ഒരു കുപ്പി മദ്യത്തിന് 10,000 മുതൽ 12,000 വരെയാണ് ഈടാക്കുക. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അനിൽകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ജോസഫിനെ പിടികൂടിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേന്ദ്രത്തിലുള്ള സ്പെഷ്യൽ ഷാഡോവിംഗിന് ലഭിച്ച ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് ഈ മദ്യം പിടികൂടിയത്. വിദേശം നടന്ന വിദേശ മദ്യം 1 ലിറ്ററിന്റെ 29 ബോട്ടിലാണ് ഉള്ളത്. പൊതുവിപണിയിൽ ഏകദേശം 3 ലക്ഷം വില വരുന്ന മദ്യമാണ്. എൻഫോഴ്സ്മെന്റ് വർക്ക് ശക്തമായ അടിസ്ഥാനത്തിൽ ഷാഡോവിംഗിന്റെ പ്രവർത്തനം ശക്തമായി. ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസം 2 കിലോ ഗഞ്ചാവുമായിട്ട് ഒരാൾ പിടിച്ചിട്ടുണ്ട്. വാഹന പരിശോധനയും അതോടൊപ്പം തന്നെ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം 2013 ലോഗോ പ്രകാശനോദ്ഘാടനം കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാല യൂണിയന്റെ കലോത്സവം 2013 കലോത്സവം കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏത് പരിപാടിയും ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നടത്തിക്കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് ഇപ്പോൾ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പരിമിതികളുണ്ടെങ്കിലും വളരെ മികച്ച രീതിയിൽ പരിപാടികൾ നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നമുക്കൊക്കെ തന്നെ ഉള്ളത്.
പരിപാടികൾ വിജയിപ്പിച്ചു കൊടുത്ത് പുറത്തുനിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ തന്നെ ആതിഥ്യം വരലി വളരെ സന്തോഷപൂർവ്വം അവരെ തിരിച്ചയക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. യാതൊരു ബുദ്ധിമുട്ടും വിഷമതകളുമില്ലാതെ ഈ കലോത്സവ പരിപാടികൾ വമ്പിച്ച വിജയമാക്കി തീർക്കാൻ മീഡിയ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ സംഘാടക സമിതിയുടെയൊക്കെ തന്നെ വിലപ്പെട്ട സേവനങ്ങളിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏവരുടെയും സഹായ സഹകരണം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ അനുമതിയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഈ ലോഗോ പ്രകാശനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. ലോഗോ പ്രകാശനത്തിന്റെ ഭാഗമായി ജനറൽ സെക്രട്ടറി യൂണിയൻ രതീഷ് രാജു സ്വാഗതം പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഷാലു മാത്യു, C ജാനകിക്കുട്ടി, P ശോഭ, അഡ്വക്കേറ്റ് NE ഖാലിദ്, ഗംഗാധരൻ HR, ഡോക്ടർ M ഗോവിന്ദൻ, രാകേഷ് K തുടങ്ങിയവർ സംബന്ധിച്ചു. കർഷകദ്രോഹ നടപടി അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CMP ജില്ലാ കമ്മിറ്റി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CP ജോൺ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. M ഷാരിയാർ, വിജയ് തിലക്, രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് ചാർജ് വർധനവിന്റെ സ്വഭാവത്തിൽ മൗലികമായ മാറ്റം വന്നിരിക്കുകയാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലെ മുഖ്യ ഇന്ധനമായിട്ടുള്ള ഡീസലിനും പെട്രോളിനും ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി അവസാനിപ്പിക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ നയമായി ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പെട്രോളിന്റെ കാര്യത്തിൽ 7 രൂപയുടെ വർധനവ് കഴിഞ്ഞ വർഷം വന്നു. അതിനൽപ്പം പിന്നീട് കുറഞ്ഞുവെങ്കിൽ പോലും ഇന്ന് എടുത്തിരിക്കുന്ന നയങ്ങളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന നയമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ വാഹനങ്ങളുടെയും പ്രധാനമായിട്ട് ചരക്ക് വാഹനങ്ങളുടെയും യാത്രാ വാഹനങ്ങളുടെയും ഇന്ധനമായ ഡീസൽ, ആ ഡീസലിന് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുകയില്ല. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ? മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467 220 4467. വാർത്തകൾ തുടരുന്നു. സുൽത്താൻ ഗോൾഡ് കാഞ്ഞങ്ങാട് ഷോറൂമിലെ കിഡ്സ് സെക്ഷന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കും. ഫെബ്രുവരി 9 രാവിലെ 10 മണിക്ക് സുൽത്താൻ ഗോൾഡ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ വെച്ചാണ് മത്സരം നടക്കുക. സുൽത്താൻ ഗോൾഡ് കാഞ്ഞങ്ങാട് ഷോറൂം കിഡ്സ് സെക്ഷൻ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി കളറിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നു. 9 ഫെബ്രുവരി 2013 സുൽത്താൻ ഗോൾഡ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ വെച്ചാണ് മത്സരം നടത്തുന്നത്. പ്രശസ്ത ചിത്രകാരൻ പൊളിഞ്ചിത്തായ ഉദ്ഘാടനം ചെയ്യുന്ന പ്രസ്തുത മത്സരത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള കുട്ടികൾ ഫെബ്രുവരി 9 രാവിലെ 10 മണിക്ക് മുൻപായി സുൽത്താൻ ഗോൾഡിന്റെ ഇക്ബാൽ ജംഗ്ഷനിലുള്ള ഷോറൂമിൽ എത്തിച്ചേരേണ്ടതാണ്. ആദ്യം വരുന്ന 500 കുട്ടികൾക്ക് മാത്രമാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം. രജിസ്ട്രേഷൻ കൃത്യം 10:30 അവസാനിക്കുന്നതാണ്. നഴ്സറി, LP എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നത്. നഴ്സറിക്ക് ക്രയോണും LPക്ക് വാട്ടർ കളറുമാണ് ഉപയോഗിക്കേണ്ടത്. ക്രയോൺസും വാട്ടർ കളറും വിദ്യാർത്ഥികൾ തന്നെ കൊണ്ടുവരേണ്ടതാണ്. 2 വിഭാഗങ്ങളിലും 1, 2, 3 സ്ഥാനവും മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനവും നൽകുന്നതാണ്. വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ അനുഗമിക്കേണ്ടതാണ്. മത്സരത്തിൽ വിജയിക്കുന്ന കുട്ടികളായിരിക്കും വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന താരക കിഡ്സ് സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് 2ാം തവണയാണ് സുൽത്താൻ ഗോൾഡ് വിദ്യാർത്ഥികൾക്കായി കളറിംഗ് മത്സരം നടത്തുന്നതെന്ന് കാഞ്ഞങ്ങാട് സുൽത്താൻ ഗോൾഡ് ഡയറക്ടർ അഷ്റഫ് അലി മൂസ, മുഹമ്മദ് റിയാസ് എന്നിവർ അറിയിച്ചു. തുരുത്തി ശ്രീ വാഴവളപ്പ് തറവാട് തെയ്യംകെട്ട് മഹോത്സവം സമാപിച്ചു. അച്ചൻ തെയ്യം, രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, ഉച്ചൂളി കടവത്ത് ഭഗവതി, ഗുളികൻ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി.
വരെ കാഞ്ഞങ്ങാട് നടക്കുന്ന ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ AKSTU സംസ്ഥാന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കുന്ന സമ്മേളനം 8-ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 7-ന് രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയും നടക്കും. ഉച്ചയ്ക്ക് 2-ന് കയ്യൂർ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പതാക ജാഥ ആരംഭിക്കും. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA നായർ AKSTU സംസ്ഥാന സെക്രട്ടറി പ്രകാശൻ മാസ്റ്റർക്ക് പതാക കൈമാറും. വൈകുന്നേരം 5-ന് പൊതുസമ്മേളന നഗരിയായ CK ചന്ദ്രപ്പൻ നഗറിലെത്തുന്ന പതാക സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കൃഷ്ണദാസ് ഏറ്റുവാങ്ങും. സ്വാഗത സംഘം ചെയർമാൻ E ചന്ദ്രശേഖരൻ MLA പതാക ഉയർത്തും. തുടർന്ന് സംസ്ഥാന കൗൺസിൽ ചേരും. 8-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജനറൽ കൺവീനർ CIR ജോസ് പ്രകാശ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS കുര്യാക്കോസ്, കേരള മഹിളാ സംഘം നേതാവ് R ലതാദേവി എന്നിവർ സംസാരിക്കും. ഉച്ചയ്ക്ക് ശേഷം സുഹൃത്ത് സമ്മേളനവും യാത്രയപ്പ് സമ്മേളനവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് വകുപ്പ് തല പരീക്ഷയിൽ കോപ്പിയടിച്ച 30 പോലീസുകാരെ കമ്മീഷണർ പൊക്കി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. $3 ലക്ഷം രൂപയുടെ അനധികൃത മദ്യക്കടത്ത് കൊല്ലത്ത് പിടികൂടി. പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം 2013 ഫെബ്രുവരി 22-26 തീയതികളിൽ കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിൽ വെച്ച് നടക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.